സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കാസർഗോഡ് ജില്ലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. മഴ അല്പം വിട്ടുനിന്നെങ്കിലും അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പിന് കാര്യമായ മാറ്റമില്ല. കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അപ്പർ കുട്ടനാട് മേഖലയിലെ ജലനിരപ്പ് അപകടനിലയിൽ എത്തിയിരുന്നു. ആലപ്പുഴ തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാണ്. മഴ കുറഞ്ഞതിനെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം പോകുന്നത് ഐഷത്തുൽ ഷംനയിലേക്കാണ്. ഷംന, ഇന്നത്തെ ഒരു മുന്നറിയിപ്പിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. മറ്റു വിവരങ്ങൾ? ആര്യ, അതിതീവ്ര മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി സംസ്ഥാനത്തുണ്ടായിരുന്നത്. ആ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകുന്നു. പക്ഷേ ശക്തമായി മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ന് എല്ലാ ജില്ലകളിലെയും അലേർട്ടുകളൊക്കെ പിൻവലിച്ചിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രം യെല്ലോ അലേർട്ടും ബാക്കി എല്ലാ ജില്ലകളുടെയും അലേർട്ടുകളൊക്കെ പിൻവലിച്ചിരുന്നു. പിന്നീട് വൈകിട്ടോടു കൂടിയാണ് വീണ്ടും ആലപ്പുഴ, എറണാകുളം ജില്ലകൾക്ക് കൂടി യെല്ലോ അലേർട്ട്. അങ്ങനെ 4 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഒപ്പം തന്നെ മറ്റ് ജില്ലകൾക്കൊന്നും മുന്നറിയിപ്പില്ല. പക്ഷേ നേരിയ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. ഒപ്പം തന്നെ നാളെയും ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്നും നാളെയും ഒക്കെ യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും, അതായത് അടുത്ത 5 ദിവസം കൂടി മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തീവ്ര മഴയെ വെച്ച് നോക്കുമ്പോൾ മഴയുടെ തോത്, ലഭിക്കുന്ന മഴയുടെ തോതും ശക്തിയും ഒക്കെ കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ മഴ കനക്കാൻ കാരണം 2 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ ആ ന്യൂനമർദ്ദം പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി കരതൊട്ടതൊക്കെയാണ് മഴ ഇത്ര ശക്തമായി വരാൻ കാരണമായത്. ആ ന്യൂനമർദ്ദങ്ങളൊക്കെ ഇപ്പോൾ ദുർബലമായിരിക്കുന്നു, ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെട്ടിരുന്ന ഒരു മഴ അത് നിന്നു. ഇനിയുള്ളത് കാലവർഷ മഴയാണ്. അതെന്തായാലും ആദ്യത്തെ ഈ സീസണിലെ ആദ്യ അതിതീവ്ര മഴ അത് അവസാനിച്ചു. ഇനി വരും ദിവസങ്ങളിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് മഴയിൽ നേരിയ ശമനം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും പിന്നീട് മഴയുടെ കാര്യത്തിൽ ഇനി മഴ ശക്തമാകുമോ ഇല്ലയോ എന്ന് അറിയുക. എന്തായാലും സെപ്റ്റംബർ വരെ ശക്തമായ മഴയായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച്, കഴിഞ്ഞ മൺസൂണുകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ സെപ്റ്റംബർ വരെ ഇത്തവണ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. പക്ഷേ അത് ഈ സീസണിലെ അതിതീവ്ര മഴ, ആദ്യത്തെ അതിതീവ്ര മഴ സീസൺ അവസാനിച്ചു എന്നതാണ് മുന്നറിയിപ്പ്. ആര്യ, എന്തായാലും മഴ, ഈ അലേർട്ടുകളൊന്നുമില്ലെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും സംസ്ഥാന വ്യാപകമായി തന്നെ മഴയുണ്ടാകും എന്നും അറിയിപ്പുണ്ട്. അതെ, അതിതീവ്ര മഴയുടെ സാഹചര്യം മാറി നിൽക്കുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ശക്തമായ മഴ തുടരും എന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനി ഇടുക്കിയിലേക്കൊന്ന് പോകാം. പ്രിൻസ് ജെയിംസ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഹൈറേഞ്ചിൽ വലിയ നാശനഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. അതിശക്തമായ, അസാധാരണമായ മഴയാണ് അവിടെ പെയ്തത്. വൈദ്യുതി ബന്ധമൊന്നും ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും വ്യാപകമായ കൃഷിനാശമുണ്ടായി, ഒരുപാട് വീടുകൾ തകർന്നു. അങ്ങനെ ദുരിതപ്പെയ്ത്ത് തന്നെയായിരുന്നു ഹൈറേഞ്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇപ്പോൾ എന്താണ് സാഹചര്യം? മഴയൊന്ന് അല്പം മാറി നിൽക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ മഴ പെയ്ത സാഹചര്യത്തിൽ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. മഴ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് മഴ പൂർണ്ണമായി മാറി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നിലവിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട അണക്കെട്ടുകളായ മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലേക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജലം കൂടുതലുണ്ടെങ്കിലും, അതായത് ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ വർഷത്തും ഈ സമയത്തുണ്ടായതിനേക്കാൾ 10 അടിയോളം വെള്ളം കൂടുതലുണ്ട്. എങ്കിൽ പോലും നിലവിൽ അപകടകരമായ സാഹചര്യങ്ങളില്ല. അതോടൊപ്പം ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടി, പൊന്മുടി, മലങ്കര, ലോവർ പെരിയാർ തുടങ്ങിയ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും അതിന്റെ അളവും കുറച്ചിരിക്കുന്നു. കല്ലാർകുട്ടിയിലൊക്കെ നിലവിൽ 2 ഷട്ടറുകൾ കൂടെ മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. പൊന്മുടിയിൽ 1 ഷട്ടർ കൂടി മാത്രമാണ് വെള്ളം, പൊന്മുടിയിലും ലോവർ പെരിയാറിലും 1 ഷട്ടർ കൂടിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു ആശ്വാസമല്ല. കൂടുതൽ വെള്ളം ഇപ്പോൾ അടുത്ത ദിവസങ്ങൾക്ക് അതിശക്തമായ മഴ പെയ്തെങ്കിൽ മാത്രമേ കഴിഞ്ഞ ദിവസങ്ങൾ കൂടി പോലെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യം ഉള്ളൂ. ഒപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകൾ
ഡാമുകളായ ഇരട്ടയാർ, കല്ലാർ തുടങ്ങിയ ഡാമുകൾ കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് ആയിരുന്നെങ്കിൽ പോലും ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അണക്കെട്ടുകളിൽ നിന്നും ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതും ആശ്വാസകരമാണ്. എന്തായാലും മഴ മാറി നിൽക്കുന്നതിനാൽ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട സാഹചര്യങ്ങൾ മാറി നിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ ഇടുക്കിയിൽ വ്യാപകമായ ഒരു നാശനഷ്ടം തന്നെ സംഭവിച്ചിരുന്നു. 130-ലധികം വീടുകളാണ് നശിച്ചത്. 3 പേർക്ക് വിവിധ ദിവസങ്ങളെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കാർഷിക നാശവും എടുത്തു പറയേണ്ടതുണ്ട്. വിവിധ മേഖലകളിലായി 5.5 കോടി അതിലധികം രൂപയുടെ കാർഷിക നാശം ഉണ്ടായെന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഒപ്പം ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഏലം കാർഷിക മേഖലയിലാണ്. ഏകദേശം 140 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതായത് കഴിഞ്ഞ 7 ദിവസങ്ങൾക്കുണ്ടായ മഴയിലും കാറ്റിലും 140 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കരുതപ്പെടുന്നു. അതായത് 200 ഹെക്ടറിലധികം കൃഷിഭൂമിയിലെ ഏലം കൃഷി നശിച്ചിട്ടുണ്ട്. പ്രധാനമായും കാറ്റത്ത് ഒടിഞ്ഞു വീണാണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്. ഒപ്പം വലിയ മരങ്ങൾ, ഏലത്തോട്ടങ്ങളിൽ നിന്ന വലിയ മരങ്ങൾ ഒടിഞ്ഞു വീണും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷത്തേക്ക് അടുത്ത വേനലിൽ വലിയ നാശനഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതും ഏലം കാർഷിക മേഖലയിലാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് തുടർന്ന് വീണ്ടും ഈ നഷ്ടമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നിലവിൽ വില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന നഷ്ടം കർഷകർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. ആര്യ. യെസ്, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക് നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ മഴയൊക്കെ ഉണ്ടോ അവിടെ? ഗുഡ് മോർണിംഗ് ആര്യ. മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രിയിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. പക്ഷേ പുലർച്ചയോടുകൂടി അല്പം മഴയ്ക്ക് ശമനമുണ്ട്. നദികളുടെ ജലനിരപ്പിൽ നേരിയ തോതിൽ കുറവുണ്ട്. അതേസമയം അപ്പർ കുട്ടനാട് മേഖലയിൽ, തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിൽ, നിരണം, കടപ്ര, നെടുമ്പറം, പെരിങ്ങര തുടങ്ങിയ മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഈ മണിമലയാർ കര കവിഞ്ഞോടുകൂടിയാണ് ഈ പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. വീടുകളിലെല്ലാം വെള്ളം കയറിയോട് തന്നെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 38 ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിൽ തുറന്നത്. ഈ ക്യാമ്പുകളിലേക്ക് ഏകദേശം 300ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വീടുകളിൽ തിരിച്ചു വരാൻ വയ്യാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നിലവിൽ താഴ്ന്ന പ്രദേശമാണ്. സ്വാഭാവികമായും മഴ പെയ്താൽ തന്നെ അപ്പർ കുട്ടനാട് മേഖല പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ മഴയ്ക്ക് കൂടുതൽ പെയ്ത്ത് അതിതീവ്ര മഴയുണ്ടായി തന്നെ ഈ നദിയിലെ ജലനിരപ്പ്, മണിമലാറിന്റെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് അപ്പർ കുട്ടനാടിന്റെ മേഖലയിലെ പല സ്ഥലങ്ങളിലും ഏക്കർ കണക്കിന് കൃഷി പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലായി. വീടുകൾ പൂർണ്ണമായും വെള്ളത്തിലേക്ക് ആയ ഒരു സാഹചര്യമുണ്ട്. വീട്ടു സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇവരെ തിരുവനന്തപുരം അതുപോലെ തന്നെ പെരിങ്ങര, നിരണം, കടപ്ര തുടങ്ങിയ നെടുമ്പറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ സ്ഥിതി വലിയ രൂക്ഷമായിരിക്കുന്നത്. വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഈ പ്രദേശങ്ങളിലില്ല. ക്യാമ്പുകളിലേക്കാണ് ആളുകളെ 300ഓളം പേരെ ക്യാമ്പുകളിലേക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കുറഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് എത്താൻ കഴിയും. എന്നാലും ഈ വീട് ചെളിയൊക്കെ നിറഞ്ഞൊരു സാഹചര്യമുണ്ട്. തിരിച്ചവർക്ക് താമസിക്കാൻ പോകാൻ വലിയ ബുദ്ധിമുട്ട് ഉള്ളൊരു മേഖലയാണ്. കാർഷിക മേഖലയ്ക്കും വലിയ തോതിൽ നഷ്ടമുണ്ടായിരുന്നു. അമ്പലപ്പുഴ റോഡ് ഹൈവേയിൽ, അമ്പലപ്പുഴ റോഡിന്റെ സൈഡിൽ അമ്പലപ്പുഴയ്ക്ക് ഇന്നലെ KSRTC ബസ് നിർത്തിവെക്കേണ്ട 1 മണിക്കൂറോളം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് ഇടത്ത വരെയാണ് സർവീസ് നടത്തിയത്. അത്തരത്തിൽ യാത്രാ ദുരിതവും പ്രദേശത്തുണ്ട്. വൈദ്യുതി മേഖലയ്ക്കും വലിയ നഷ്ടം ഈ മഴ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിരവധി പോസ്റ്റുകൾ ഒടിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും വൈദ്യുതി മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നിരവധി ട്രാൻസ്ഫോമർ അടക്കം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ഭാഗികമായി പല വീടുകളും ഈ മരം കടപുഴകി വീണ് നശിച്ച സാഹചര്യമുണ്ട്. പൂർണ്ണമായും വീട് തകർന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിരവധി ദുരിതങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ പത്തനംതിട്ട ജില്ലയിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ നേരിയ തോതിൽ കുറവുണ്ട്. ജില്ലയിൽ സാധാരണഗതിയിൽ ഇന്നലെ രാത്രിയിലൊക്കെ തുടർച്ചയായി ഉണ്ടെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥ പല സ്ഥലത്തും ഉണ്ട്. എന്നാൽ വരും മണിക്കൂറുകൾ മഴ ലഭിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത് വലിയ ആശങ്കപ്പെട്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആര്യ. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും